Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പറഞ്ഞായിരുന്നോ? റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് പറഞ്ഞിട്ടില്ല അല്ലേ? അതല്ലേ പറയാനുള്ളത് ഇനി? നഴ്സിംഗ് ഹയറാർക്കി അതൊക്കെ പറഞ്ഞോ? ഓക്കെ. ആ ഓക്കെ. ഇപ്പൊ നഴ്സിംഗ് ഹയറാർക്കി ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസിൽ ഒരു സെക്കൻഡ്. റീഡ് ചെയ്യൂ കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, അത് ആ ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് റീഡ് ചെയ്യൂ. റീഡ് ചെയ്തതിന് ശേഷം കമ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസ്, അതായത് നഴ്സിംഗ് ജോലിയുടെ അധികാര ശ്രേണിയാണ് കേട്ടോ. അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു ഹയറാർക്കിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫങ്ഷൻസും പറയുന്നുണ്ട്. The structure of organization determines the employee behavior through the effect of role, power, status, responsibility, authority and communication. Nursing is a large department in every hospital. Hence, it has a hierarchy as doctors do, and it is necessary to understand different nursing classification. അതായത് നഴ്സിംഗ് ഹയറാർക്കി എന്ന് പറയുന്നത്, അതായത് സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ
അവിടെയുള്ള സ്ട്രക്ചർ അഥവാ ഘടന അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഹയറാർക്കി നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? ഉയർന്ന പൊസിഷനിലുള്ളവര്, താഴ്ന്ന പൊസിഷനിലുള്ളവര് അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള അധികാര വികേന്ദ്രീകരണം അല്ലെ? അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്? അവിടെയുള്ള എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് അവിടെ ഓരോ ആളുകളും വഹിക്കുന്ന റോള്, അതുപോലെ തന്നെ പവറ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന റോൾ എന്താണോ, റെസ്പോൺസിബിലിറ്റി എന്താണോ, പവർ എന്താണോ, ഈ ഘടകങ്ങളൊക്കെ, ഈ കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വ്യക്തിയെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നഴ്സിംഗില് ഈ ഹയറാർക്കി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹയറാർക്കി. നഴ്സുമാരുടെ അധികാര ശ്രേണി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാ? അത് നഴ്സിംഗ് ഡയറക്ടറാണ്. ദെൻ അതിന് അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അഥവാ നഴ്സിംഗ് സൂപ്രണ്ട്. കേട്ടിട്ടില്ലേ? നഴ്സിംഗ് സൂപ്രണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ പലതരത്തിലുള്ള മൂവീസിലൊക്കെ കാണാറുണ്ട് അല്ലെ? നമ്മൾ ഈ പേര് കേൾക്കാറുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് നമ്മൾ അവരോട് സംസാരിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ ഈ പേരുകളൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട്, പിന്നെ അവരുടെ കീഴിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അഥവാ നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അണ്ടറിലായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നുണ്ട്. അതിനുശേഷം നഴ്സിംഗ് ഇൻചാർജ് വരുന്നു, ദെൻ സ്റ്റാഫ് നേഴ്സ് വരുന്നു, ലാസ്റ്റ് വൺ നഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. അപ്പൊ ഉയർന്ന പൊസിഷനിൽ തുടങ്ങി താഴ്ന്ന പൊസിഷനിൽ വരെയുള്ള നഴ്സിംഗ് ഹയറാർക്കിയുടെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഏറ്റവും മുകളിലുള്ളത് ആരാ? ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആരാ ഇതിനകത്ത്? നഴ്സുമാരുടെ കൂട്ടത്തില് ആരാ ടോപ്പ്? കമന്റ് ചെയ്തേ, ആരാ ടോപ്പ്? ആരാ ടോപ്പില് വരുന്നേ നഴ്സിംഗ് ഹയറാർക്കിയില്? നഴ്സിംഗ് ഡയറക്ടർ. ഇനി ഏറ്റവും താഴെ വരുന്നത് ആരാ? ഏറ്റവും താഴെ നഴ്സിംഗ് അസിസ്റ്റന്റ്. യെസ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. വെരി ഗുഡ്. അപ്പൊ ഇതാണ് ആ ഹയറാർക്കി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം നഴ്സിംഗ് ഡയറക്ടറെ കുറിച്ച് നോക്കാം. അവരുടെ ജോലി എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. Nursing director. It is the nursing director who provides direction to the nursing staff and coordinates health service. Their duties consist of supervising all nursing staff and looking after patient care, as well as administrative functions like the record keeping, budgeting, etc. At minimum, they require co-workers or bachelor degree in nursing, along with at least 10 years of experience in deemed firms. Okay. അപ്പൊ നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഇവര് ഓവറോൾ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. മാത്രമല്ല ഹെൽത്ത് സർവീസ്, അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യുകയും പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. മാത്രമല്ല റെക്കോർഡ് കീപ്പിംഗ്,
ബഡ്ജറ്റിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ആരാ? നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, അപ്പോ എല്ലാത്തരം റെക്കോർഡുകൾ, നഴ്സിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം റെക്കോർഡുകൾ കെപ്റ്റ് ചെയ്യുകയും ബഡ്ജറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ആരാ? നഴ്സിംഗ് ഡയറക്ടറാണ്. പിന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. BSc നഴ്സിംഗ് എന്ന് പറയും അല്ലെ? ഓക്കെ, അപ്പോ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ ഒരു ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ 10 വർഷം എക്സ്പീരിയൻസും വേണം. BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് കഴിഞ്ഞ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അതും 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നഴ്സിംഗ് ഡയറക്ടർ ആവാനായിട്ട് സാധിക്കുക. അപ്പൊ വളരെ ചെറുപ്പത്തില് ജോലിക്ക് കയറിയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താവാം? ഒരുവിധം പ്രായമാകുന്നതിന് മുമ്പ് നഴ്സിംഗ് ഡയറക്ടർ ആകാൻ പറ്റില്ലേ? വളരെ യങ് ഏജില് നഴ്സുമാരായിട്ട് ജോലിക്ക് കയറുന്നവർക്ക് അതെ നഴ്സിംഗ് ഡയറക്ടർ ആ പൊസിഷനിൽ വരെ എത്താം അല്ലെ? അപ്പൊ അതാണ് അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എല്ലാത്തരം കാര്യങ്ങൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാത്തരം കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു, നഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു, റെക്കോർഡ് കീപ്പിംഗ് നടത്തുന്നു, അതുപോലെ ബഡ്ജറ്റിംഗ് നടത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓവറോൾ കൈകാര്യം ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയാം. ഫസ്റ്റ് വൺ, ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും മേൽനോട്ടം വഹിക്കുന്നത്, അവരെ ഡയറക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, രണ്ടാമത്തത് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. അതായത് ആളുകളെ എന്താ പറയാ ഇന്ന ഇതിലേക്ക് തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്, സ്റ്റാഫിംഗ് പ്രൊസീജിയർ ഗൈഡ് ചെയ്യുന്നതും നഴ്സിംഗ് ഡയറക്ടറാണ്. മൂന്നാമത്തെ പോയിന്റ്, ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ദീർഘകാല ലക്ഷ്യങ്ങൾ, ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റിലായാലും എന്തുണ്ടാകും? ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം എന്താണെന്ന് സെറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ നഴ്സിംഗ് ഡയറക്ടറാണ്. ദെൻ നാലാമത്തെ പോയിന്റ്, അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. അതായത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതും നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, സെറ്റിൽ ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. അതായത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ആളുകൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പേഷ്യന്റും നഴ്സുമാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ? സ്വാഭാവികമാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഇഷ്യൂസ് സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് ഡയറക്ടറാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ ആയാലും അതുപോലെ പേഷ്യന്റുമായിട്ടുള്ള ഇഷ്യൂസ് ആയാലും ഇത് രണ്ടും സെറ്റിൽ ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. Then last one, report to upper management. Upper management means higher authority. അതായത് നഴ്സിംഗ് ഡയറക്ടർക്ക് മുകളിലുള്ള അതോറിറ്റീസിന് റിപ്പോർട്ട് കൈമാറുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതായത് ആ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർക്ക് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. അപ്പൊ അതിനെയാണ് അപ്പർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്നത്, ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ കൈമാറുന്നത് നഴ്സിംഗ് ഡയറക്ടറുടെ ജോലിയാണ്. ഓക്കെ, അപ്പോ എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് സ്റ്റാഫിനെയും ഓവർസീ ചെയ്യുന്നു, വാലുവേറ്റ് ചെയ്യുന്നു, സ്റ്റാഫിംഗ് പ്രൊസീജിയർ ഗൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുന്നു, അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസും പേഷ്യന്റ് ഇഷ്യൂസും എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. ദെൻ അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് നഴ്സിംഗ് ഡയറക്ടറുടെ ജോലി വരുന്നത്. ക്ലിയർ അല്ലേ?
ഒക്കെയാണ്. Then next, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അഥവാ നഴ്സിംഗ് സൂപ്രണ്ട്. അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ പവറും കാര്യങ്ങളും വരുന്നത്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Nursing superintendent act as the second command in the nursing administration of the hospital. He or she will be held responsible for management and the supervision of nursing services of the different departments of the hospital. In all areas of the nursing activity, he or she will help the nursing director and act as director in the absence of the nursing director. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കമാൻഡ് ആണ്. അതായത് ആ ഒരു ഹയറാർക്കിയില് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആര്, നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞാല് രണ്ടാമത് വരുന്നത് ഈ ഒരു സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് സെക്കൻഡ് കമാൻഡ് ആണെന്ന് പറഞ്ഞു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. മൂന്നെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ നഴ്സിംഗ് സർവീസുകളെയും നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു, അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുന്നു. ആര് ചെയ്യുന്നതായത്, നഴ്സിംഗ് സൂപ്രണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ നഴ്സിംഗ് പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യും. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളില്ലേ, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലേ, പഠിച്ചില്ലേ? കുറെ അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, നഴ്സിംഗ് സേവനമുണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് സർവീസ് ഉണ്ട്. അപ്പോ ഡിപ്പാർട്ട്മെന്റുകളിലെ നഴ്സിംഗ് പ്രവർത്തനങ്ങള് മാനേജ് ചെയ്യുന്നത് ആരാണ്, ഈ നഴ്സിംഗ് സൂപ്രണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നതും ആരാ, ഈ സൂപ്രണ്ടാണ്. നഴ്സിംഗ് ഡയറക്ടറുടെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ, അദ്ദേഹം ഒരു ദിവസം വന്നില്ലെന്ന് വിചാരിക്കും, ഒരു ദിവസം ലീവ് ആയെന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന്റെ ജോലി അവിടെ പെൻഡിങ് ആവില്ല. പകരം ആര് ചെയ്യും, സൂപ്രണ്ട് ചെയ്യും. ഓക്കെ, ഞാൻ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നില്ല കേട്ടോ, സൂപ്പറിൻറ്റൻഡന്റ് തന്നെയാ പറയുന്നത് എളുപ്പത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ ഈ സൂപ്രണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂപ്പർവൈസർക്ക് അല്ല നഴ്സിംഗ് ഡയറക്ടർക്ക് പകരം അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യുന്നത് ഇല്ലാത്ത സമയത്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങൾ, അതായത് പോളിസികള്, ചട്ടങ്ങള്, നോംസ് എന്നിവ നടപ്പിലാക്കാനായിട്ട് സഹായിക്കുന്നു. നഴ്സിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നയങ്ങൾ, പോളിസികൾ രൂപപ്പെടുത്തുക, അതുപോലെ പലതരത്തിലുള്ള ലോസ് ഒക്കെ രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത് ആരാ, നഴ്സിംഗ് സൂപ്രണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ നഴ്സിംഗ് സ്റ്റാഫിന്റെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും ആരാ, നഴ്സിംഗ് സൂപ്രണ്ടാണ്. നഴ്സിംഗ് ഡയറക്ടർ നമ്മൾ കണ്ടു, ഇതിന് മുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഓവറോൾ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്. പകരം എല്ലാ സ്റ്റാഫുകളെയും വിലയിരുത്തുന്നതും ഒബ്സർവ് ചെയ്യുന്നതൊക്കെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയാണ് ഇല്ലേ. നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്, എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ സൂപ്രണ്ട് വരുന്നു എന്ന് പറഞ്ഞാല് പല ആളുകളും പേടിക്കും അല്ലെ, ഇല്ലേ? അങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടില്ലേ, നമ്മൾ മൂവീസിലൊക്കെ കാണാറുണ്ട് അല്ലെ. പക്ഷെ ഡയറക്ടർക്ക് അത്രയില്ല. സൂപ്രണ്ട് എന്ന് പറഞ്ഞാല് പേടിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്തയുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നഴ്സിംഗ് സ്റ്റാഫുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്, അത് ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? മാം, നഴ്സിംഗ് ഡയറക്ടർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യൂ, ജസ്റ്റ് ഷോർട്ട് ആയിട്ട്. ഞാൻ പറയാം ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പേജ് റീഡ് ചെയ്തോളൂ കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. നോക്കാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം നഴ്സിംഗ് സൂപ്രണ്ടിന്റെ. ഫസ്റ്റ് വൺ, he or she will help the nursing director in his work. അതായത് നഴ്സിംഗ് ഡയറക്ടറെ അവരുടെ ജോലിയിൽ സഹായിക്കുക എന്നുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർക്ക് ജോലി ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയായിട്ടാണ് വരുന്നത്. സെക്കൻഡ് പോയിന്റ്, അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. നഴ്സുമാരുടെ മാസ്റ്റർ റൊട്ടേഷൻ റെഡിയാക്കുക. എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ? കേട്ടിട്ടുണ്ടോ മാസ്റ്റർ റൊട്ടേഷൻ? ആർക്കെങ്കിലും അറിയാമോ മാസ്റ്റർ റൊട്ടേഷനെ കുറിച്ച്? അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇല്ല. അതായത് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു നഴ്സിനെ ലോങ് ടേം ആയിട്ട് പല വാർഡുകളിലേക്കും പല യൂണിറ്റിലേക്കും മാറി മാറി ജോലി ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുന്നതാണ്. ഓക്കെ, അതായത് ഒരു നഴ്സ് തന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടുണ്ടാവോ? ഇപ്പൊ ഇൻപേഷ്യന്റ് അതല്ല, സോറി, നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് കൂടുതൽ അറിയാം അല്ലെ? അതായത് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കില്ല, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കില്ല, പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ? ഇപ്പോ ജനുവരിയില് എന്താ പറയാ ഇൻപേഷ്യന്റ് വാർഡിലാണെങ്കിൽ ചിലപ്പോൾ ജൂണില് സർജിക്കൽ വാർഡിലായിരിക്കും, സെപ്റ്റംബറിൽ ചിലപ്പോൾ ICUയിലായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റി മാറ്റി ഇടാറുണ്ട് അല്ലെ? ഇതിനെയാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നഴ്സിംഗ് സ്റ്റാഫിനെ ലോങ് ടേം ആയിട്ട് വിവിധ വാർഡുകളിലേക്കോ അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകളിലേക്കോ മാറി മാറി ജോലി ചെയ്യാനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ ആണെന്ത്? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാ? നഴ്സിംഗ് സൂപ്രണ്ട് ആണ് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോ എന്താ പറയാ സൽവയും CJയും ലിജിയും ഒക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പോയി വിചാരിക്കുക. അതായത് ഒരു ദിവസം തന്നെ ജോലി ചെയ്യാനായിട്ട് പോയി സെയിം ഹോസ്പിറ്റലില്. പക്ഷെ 3 പേരെയും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കില്ല ഇടുന്നേ, പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിരിക്കും ഇടുന്നേ. അത് കുറച്ചു നാളുണ്ടാകും, അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇടും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് തയ്യാറാക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയാണ്. നെക്സ്റ്റ് വൺ, ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി റോസ്റ്റർ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയതാണോ എന്ന് പരിശോധിക്കുക. അപ്പൊ ഈ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്ന ജോലി നഴ്സിംഗ് ഇൻചാർജിനാണ്. ഓക്കെ, അത് ചെക്ക് ചെയ്യേണ്ടത് ആരാ? ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്രണ്ടാണ്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ ജോലിയാണ് എന്ത്? ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളത്. പക്ഷെ അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്രണ്ടാണ്. അപ്പൊ എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ? ഡ്യൂട്ടി റോസ്റ്റർ കേട്ടിട്ടുണ്ടോ? ഡ്യൂട്ടി റോസ്റ്റർ ഉണ്ടോ ഇല്ലയോ? ഇല്ല, കേട്ടിട്ടില്ല. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഏത് ഷിഫ്റ്റില് ജോലി ചെയ്യണം എന്ന് കാണിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഒരു ടേബിൾ ആണെന്ത്? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ചിലപ്പോ മോർണിംഗ് ഡ്യൂട്ടി ആവാം, അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ആവാം, നൈറ്റ് ഡ്യൂട്ടി ആവാം, ഇല്ലേ? നമുക്കറിയാം, നമ്മള് ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് രാവിലെ ഒരു നഴ്സ് വന്ന് ജോലി ചെയ്ത് പോയി, രാത്രി കാണുന്നത് വേറെ നഴ്സിനെ ആയിരിക്കും അല്ലെ? ഇല്ലേ? ഒരാള് തന്നെ നിൽക്കുവോ? മാറി മാറിയാണ് വരിക അല്ലെ? അവർക്ക് ഡ്യൂട്ടി മാറി ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഏത് ഷിഫ്റ്റിൽ ജോലി ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ, ഒരു ലിസ്റ്റ് ആണ് ഡ്യൂട്ടി റോസ്റ്റർ. ഇത് തയ്യാറാക്കുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ചു വെക്കണേ. നഴ്സിംഗ് ഇൻചാർജ് ആണ് ഇത് തയ്യാറാക്കുന്നത്, ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത്. പക്ഷെ മാസ്റ്റർ റൊട്ടേഷൻ റെഡിയാക്കുന്നത് ആരാ? മാസ്റ്റർ റൊട്ടേഷൻ ആരാ പ്രിപ്പയർ ചെയ്യുന്നേ?
മാസ്റ്റർ റൊട്ടേഷൻ കമന്റ് ചെയ്തേ. മാസ്റ്റർ റൊട്ടേഷൻ ആരാ പ്രിപ്പയർ ചെയ്തത്? സൂപ്രണ്ട്. ഡ്യൂട്ടി റോസ്റ്ററോ? ഡ്യൂട്ടി റോസ്റ്റർ ആരാ പ്രിപ്പയർ ചെയ്യുന്നേ? നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, അത് നമ്മളുടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അതായത് ഇവിടെ പറയുന്നത് നൈറ്റ് സൂപ്പർവൈസറിൽ നിന്നുള്ള റിപ്പോർട്ട് സ്വീകരിക്കാന്നുള്ളതാണ്. അതായത് നൈറ്റില് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സൂപ്പർവൈസറിനൊക്കെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അവരിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിക്കേണ്ടത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. നെക്സ്റ്റ്, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. ഇനി അടുത്തൊരു ജോലി എന്താ? സ്റ്റാഫ് മീറ്റിംഗുകൾ റെഗുലറായിട്ട് നടത്തുക എന്നുള്ളതാണ്. സ്റ്റാഫ് മീറ്റിംഗുകൾ ആരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടാണ് സ്റ്റാഫ് മീറ്റിംഗുകൾ വിളിച്ചു കൂട്ടുന്നത് അല്ലെ? അതിനകത്ത് നഴ്സുമാരുടെ പല കാര്യങ്ങളും, അതായത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് വിളിച്ചു കൂട്ടുന്നത് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ്. നെക്സ്റ്റ് പോയിന്റ്, കീപ്പ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡ് സൂക്ഷിക്കുക. അതായത് സ്റ്റാഫുകളുടെ സ്റ്റാറ്റിക്സ്, അതായത് പലതരത്തിലുള്ള എന്താ പറയാ, സ്റ്റാഫുകളുടെ സാലറി, അതുപോലെ പലതരത്തിലുള്ള കണക്കുകൾ, പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. The next one, supervise neatness of the ward with the help of nursing in charge. Nursing in chargeന്റെ സഹായത്തോടെ വാർഡിന്റെ വൃത്തിയും, അതായത് നീറ്റ്നെസ് ഉണ്ടാവുക വാർഡിന്, അതുപോലെ അതിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ പരിശോധിക്കുക എന്നുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയാണ്. അപ്പൊ നഴ്സിംഗ് ഇൻ ചാർജിന്റെ സഹായത്തോടെ ആണ് എന്ത് വരുന്നത്? സൂപ്രണ്ട് വാർഡുകള് പരിശോധിക്കാനായിട്ട് വരുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടോ, നീറ്റ് ആയിട്ടാണോ കിടക്കുന്നത് വാർഡ് എന്നൊക്കെ ആര് നോക്കാറുണ്ട്? സൂപ്രണ്ട് വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് നിർദ്ദേശം കൊടുക്കും ബാക്കിയുള്ളവർക്ക്. അങ്ങനെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് വാർഡിലെ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന് ഒരു നയമുണ്ട്. ആ നയത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ വാർഡ് നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇത്രയുമാണ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തതാണ് നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സൂപ്പർവൈസർ നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റില് നൈറ്റ് സൂപ്പർവൈസർ എന്നാണോ അതോ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഒന്ന് നോക്കോ, ചെക്ക് ചെയ്യൊന്ന്. നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാണ് അല്ലെ? ഓക്കെ ഓക്കെ. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ നോക്കിക്കോളൂ. Nursing supervisor is considered as a nursing executive and is part of the leadership team and is considered a nursing executive. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend patient either in person or by way of consultation in an on-call capacity. Nursing superintendent oversee the nursing supervisor. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ലെവൽ ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് എക്സിക്യൂട്ട് ചെയ്യുക, കാര്യങ്ങൾ നടപ്പിലാക്കുക.
ഓക്കെ, മേൽനോട്ടം എന്നതിനേക്കാൾ ഉപരി കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നഴ്സിംഗ് സൂപ്പർവൈസറുടെ ജോലി. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ആ ലീഡർഷിപ്പ്, എന്താ പറയാ, ഒരു ലീഡർഷിപ്പ്, ആ ടീമിന്റെ ഒരു ലീഡർഷിപ്പ് ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് 24 മണിക്കൂറും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, 24 അവേഴ്സും അവൈലബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ അതായത് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും, ഇനി ഓൺ കോൾ ഫോൺ വഴിയാണെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? കേൾക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള ആളുകൾ നമുക്ക് ചിലപ്പോൾ എന്ത് പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് കാണാനോ കേൾക്കാനോ പറ്റിയെന്ന് വരില്ല, അല്ലെ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാറുണ്ടോ നഴ്സിംഗ് സൂപ്രണ്ടിനോട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടറോട്? ഒരിക്കലും ഇല്ല, അല്ലെ? അവരുടെ അണ്ടറിലുള്ള വ്യക്തികളോടാണ് എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുകയും നമ്മുടെ കൺസേൺസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനെ കേൾക്കുന്നത്. അതുപോലെ എന്താ പറയാ, നേരിട്ടാവാം അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള കോണ്ടാക്ട് ആവാം. അപ്പോ പേഷ്യന്റ് തന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്താണ്, അത് കേൾക്കാനുള്ള ഒരു എന്താ പറയാ മനസ്സ് കാണിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ട് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറെ എന്താ പറയാ മേൽനോട്ടം കൊടുക്കുന്നത്. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അണ്ടറിൽ വരുന്നതാണെന്ത്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പോ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? അതായത് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് കുറെ അധികം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോ നഴ്സിംഗ് ഹൈറാർക്കി അല്ലെങ്കിൽ നഴ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പൊ മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ ഓരോ ഇതിലേക്കും സെലക്ട് ചെയ്യുന്നത്, പിന്നെ അവരെ ഓറിയന്റ് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്, അവരെ ഓരോ സ്ഥലത്തേക്കും അസൈൻ ചെയ്യുന്നത്, അവർ ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്, കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. രണ്ടാമത്തെ പോയിന്റ്, meet operational standards by donating information to strategic plans and procedures. Hospital operational standards പാലിക്കാൻ സഹായിക്കുക. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന് ഓരോ പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവര് പറയുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, അത് പാലിക്കാനായിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. മൂന്നാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ നഴ്സിംഗ് പോളിസീസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യുക, നോംസുകൾ ക്രിയേറ്റ് ചെയ്യുക, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കുക എന്നുള്ളതൊക്കെ നഴ്സിംഗ് സൂപ്പർവൈസറുടെ ജോലിയാണ്. ദെൻ നാലാമത്തെ പോയിന്റ്, ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ പേഷ്യന്റ് സർവീസ് നീഡ്സ് തിരിച്ചറിയുക, അതായത് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കെയർ കൊടുക്കുക എന്നുള്ളതും നഴ്സിംഗ് സൂപ്പർവൈസറുടെ ജോലിയാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. അതായത് ഹെൽത്ത് കെയർ ടീമിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ഒക്കെ ഇൻഫോർമേഷൻസ് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാ? ഈ ഒരു നഴ്സിംഗ് സൂപ്പർവൈസറുടെ ജോലിയായിട്ടാണ് വരുന്നത്. Then maintain documentation of patient care service. രോഗി പരിചരണം അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളത് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ജോലിയാണ്. Then last one, confirm operation of medical and administrative equipment and verify emergency equipment availability. മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, എമർജൻസി എക്യുപ്മെന്റിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസറുടെ.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് വായിച്ചോട്ടോ. നെക്സ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ. നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ സ്റ്റാഫ് നഴ്സ്, അതൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നഴ്സിംഗ് ഇൻചാർജ്. It is the duty of the nursing in charge to schedule and direct nursing care in a specific ward or unit during each assigned shift. If there is any problem with the patient, it is the nursing in charge who contacts the patient first. If the patient not satisfied with her response, ask to speak to the nursing supervisor. Okay. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ആയിട്ട് അല്ലെ, ഒരു പ്രത്യേക വാർഡ് അല്ലെങ്കിൽ യൂണിറ്റില് അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള യൂണിറ്റുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വാർഡുകളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരാളെ അവിടെ നിയോഗിച്ചിട്ടുണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു വ്യക്തിയാണ് ആര്? നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രത്യേക വാർഡ് അല്ലെങ്കിൽ യൂണിറ്റിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നഴ്സിംഗ് ഇൻചാർജിനാണ്. ഇനി പേഷ്യന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനോട് ചോദിക്കാം, എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കാം. ഇനി നഴ്സിംഗ് ഇൻചാർജിന്റെ മറുപടിയില് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ
എന്ത് ചെയ്യാം? പേഷ്യന്റിന് ഡയറക്റ്റ് ആയിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറെ സമീപിക്കാവുന്നതാണ്. അപ്പൊ വാർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആരെ ധരിപ്പിക്കാം? നഴ്സിംഗ് ഇൻചാർജിനെ ധരിപ്പിക്കാവുന്നതാണ്. നഴ്സിംഗ് ഇൻചാർജിന്റെ മറുപടിയിൽ പേഷ്യന്റ് സംതൃപ്തനല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറെ സമീപിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം എന്താ പറയുന്നതെന്ന്. ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് ഇൻചാർജ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ട്, അതുപോലെ നഴ്സിംഗ് സൂപ്പർവൈസർ ഇതൊക്കെ നമ്മൾ കണ്ടല്ലേ. അതിനകത്ത് ഇല്ലാത്തൊരു ടേം ആണെന്ത്? ഇവിടെ ഒരു ടേം കൊടുത്തിട്ടുണ്ട്, ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ആ 3 പേര് പഠിച്ചപ്പോഴും നമ്മൾ അത് കണ്ടില്ല. എന്ത് ടേമാ? സൂപ്പർവൈസ് നമ്മൾ കണ്ടു. എല്ലാത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലോ സൂപ്പർവൈസ്, അല്ലെങ്കിൽ ഓവർസീ, അല്ലെങ്കിൽ എന്താ പറയാ ഡയറക്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ടേം കണ്ടു അല്ലെ. ഈ ഒരു ടേം കണ്ടായിരുന്നോ? 3 കണ്ടായിരുന്നോ? നഴ്സിംഗ് സൂപ്രണ്ടിലേല് കണ്ടായിരുന്നോ നമ്മൾ വായിച്ചപ്പോ? എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? ഞാൻ ഒന്നും കാണുന്നില്ല. കണ്ടായിരുന്നോ ഇല്ലയോ? കണ്ടിരുന്നോ? സപ്പോർട്ട് കണ്ടായിരുന്നോ? ഇല്ല, സപ്പോർട്ട് കണ്ടില്ല കേട്ടോ. സപ്പോർട്ട് എവിടെയാണുള്ളത്? നഴ്സിംഗ് ഇൻചാർജിന്റെ ഇതിലാണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതായത് നഴ്സിംഗ് സ്റ്റാഫുമായിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആര്? നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നഴ്സിംഗ് ഇൻചാർജിനോട് തുറന്നു പറയാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷനും അതുപോലെ തന്നെ സപ്പോർട്ടും ആര് കൊടുക്കുന്നതാണ്? നഴ്സിംഗ് ഇൻചാർജ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന് സൂപ്പർവിഷൻ കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. രണ്ടാമത്തത് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയർ, അതിന് ഉത്തരവാദിത്തം ഉള്ളത് ആർക്കാണ്? റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. Then to prepare monthly duty roster and report to supervisor. ഡ്യൂട്ടി റോസ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു നഴ്സിന് ഏത് ഷിഫ്റ്റ് ആണ്, മോർണിംഗ് ആണോ ഈവനിങ് ആണോ നൈറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഡ്യൂട്ടി റോസ്റ്റർ. അപ്പൊ മന്ത്ലി, അതായത് എല്ലാ മാസവും ഉള്ള ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി റോസ്റ്റർ നഴ്സിംഗ് ഇൻചാർജ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ആ റിപ്പോർട്ട് സൂപ്പർവൈസർക്ക് കൈമാറുന്നതും ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. Then to maintain ward operation, വാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജ്. The next point, to maintain medications and narcotics report. അതായത് മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ചില മെഡിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് ഇൻചാർജുമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം, സ്റ്റാഫ് നഴ്സ് നോക്കാം കേട്ടോ. It is the staff nurse who handles the largest segment of the healthcare work. Staff nurse must have a bachelor degree or diploma from recognized nursing program. They spend a lot of their time providing direct patient care. Staff nurse continuously observe, monitor, and assess the progress of each patient. If there is a sudden change in any patient condition, nurse takes appropriate action such as medication or calling the doctor. ഇപ്പൊ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ വർക്ക്, അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? സ്റ്റാഫ് നഴ്സ്.
സ്റ്റാഫ് നഴ്സിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ബാച്ചിലർ ഡിഗ്രി ആണ് അല്ലെ? ഏതെങ്കിലും ഒരു നഴ്സിംഗ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ബാച്ചിലർ ഡിഗ്രി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുക്കുന്നത് ആരാണ്? സ്റ്റാഫ് നഴ്സ് ആണ്. നമ്മളിപ്പോ കണ്ട സൂപ്രണ്ട് ആയാലും സൂപ്പർവൈസർ ആയാലും ഡയറക്ടർ ആയാലും അതുപോലെ നഴ്സിംഗ് ഇൻചാർജ് ആയാലും എന്ത് ചെയ്യുന്നില്ല? കുറേയധികം രോഗികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇത്തരത്തില് കുറെ സമയം സ്പെൻഡ് ചെയ്ത് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുക്കുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. ഈ സ്റ്റാഫ് നഴ്സ് എന്ത് ചെയ്യുന്നു? രോഗികളെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, അവരെ മോണിറ്റർ ചെയ്യുന്നു. ഓരോ പേഷ്യന്റിനെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാണ് എന്ത് ചെയ്യുന്നത്? അവർ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി പേഷ്യന്റിന്റെ കണ്ടീഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നതാണ്? സ്റ്റാഫ് നഴ്സ് ചെയ്യുന്ന ജോലികളിൽ വരുന്നതാണ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർ മാം പറയാന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ്? ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല സരമത്ത് സൽവ? നഴ്സിംഗ് ഡയറക്ടർ അല്ലേ? It is the nursing director who provides direction to the nursing staff and coordinate health service. Nursing director എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫുകളെ ഡയറക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടിയിൽ വരുന്ന അതാണ് നഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്തുക എന്നുള്ളത്. പിന്നെ റെക്കോർഡ് കീപ്പിംഗ് ഉണ്ട്. ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? നഴ്സിംഗ് ഡയറക്ടർ ആണ് നോക്കുന്നത്. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വരുന്നത്. പിന്നെ 10 years എക്സ്പീരിയൻസ്, BSc നഴ്സിംഗ് വരാം, MSc നഴ്സിംഗ് വരാം കേട്ടോ. അതിന്റെ കൂടെ 10 years 10 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താവുക? നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ജോലി ലഭിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാം കേട്ടോ. മാം, നിങ്ങളിന്ന് നമ്പേഴ്സ് കിട്ടിയിട്ടില്ലല്ലോ. ഇനി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ എങ്ങനെ ചോദിക്കാ? നമ്പേഴ്സോ? ആ, ടീച്ചേഴ്സിന് നമ്പേഴ്സ് തരില്ല. ടീച്ചേഴ്സിന് നമ്പർ പ്രൊവൈഡ് ചെയ്യില്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് നോക്കിയാൽ മതിയല്ലോ, ചോദിച്ചാൽ മതിയല്ലോ. ഓക്കെ. ലൈവ് ക്ലാസ്സിൽ കയറാറില്ല? സൽവ എന്നല്ലേ പേര്? അതെ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ചില ദിവസം കിട്ടാറില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഗ്രൂപ്പിൽ അങ്ങ് ഡിസ്കസ് ചെയ്യുക, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂ. കയറാത്ത ദിവസങ്ങളിലെ കാര്യങ്ങളൊന്ന് ഒരാൾ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ? ഒരാൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ചോദിക്കുക അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം. എന്താണ്? ഗ്രൂപ്പ് ഉണ്ട്. ഒരാളെ കോർഡിനേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാ. ഗ്രൂപ്പിലെ കാര്യങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് സ്റ്റഡി എന്താ പറയാ, അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. കമ്പൈൻ സ്റ്റഡി പോലുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പഠിക്കാൻ വന്നിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്ന് നിങ്ങള് കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ റെഡി ആണെങ്കിൽ നല്ലതല്ലേ? എക്സാം സമയമൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ റെഡി ആയിട്ടുള്ളവര്?
ഗ്രൂപ്പിൽ ആരും ഡൗട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിക്കാം കേട്ടോ. അതിനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്തിനാ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നേ? അറിയാവുന്നവര് പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ് കൂടുകയാണോ കുറയാണോ ഉണ്ടാവുന്നേ? എന്താ ചെയ്യുന്നേ? കൂടോ കുറയോ? നമ്മളെ അറിവ് കൂടും. അറിവ് കൂടും. അപ്പൊ എന്ത് ചെയ്യാ? ചോദിക്കുക കേട്ടോ. സൽവ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരും. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ എന്നോട് തന്നെ ചോദിക്കാം കേട്ടോ. നമ്മുടെ ഈ ബാച്ചില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ബാച്ചില് ടീച്ചേഴ്സിന്റെ നമ്പർ കൊടുക്കാറില്ല. ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോ നമുക്കത് തരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നാനേ കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. മാക്സിമം സപ്പോർട്ട് കേട്ടോ പരസ്പരം. ഇത് റെക്കോർഡ് ക്ലാസ് ആണ്, മിണ്ടുന്നില്ല, ഇന്ററാക്ഷൻ ഇല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഇല്ലാതിരിക്കരുത്. ഇന്ററാക്ഷൻ വേണം. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് ഒന്നും കൂടി ആക്ടിവേറ്റ് ആക്കുക. ഓക്കെ. ഇന്ന് തുടങ്ങി പഠിക്കാനുള്ള കാര്യങ്ങള് നിങ്ങൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് ഇന്ന് ഇത്ര പോർഷൻ തീർക്കണം, നാളെ ഇത്ര പോർഷൻ, അങ്ങനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ പഠിച്ച് തീർത്തോളും. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നിട്ടും ഡൗട്ട് തീരുന്നില്ലെങ്കിൽ ടീച്ചറോട് ഡയറക്റ്റ് ചോദിക്കും. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഫ്രൈഡേ കാണാം. Thank you, ma'am. Thank you. Thank you, ma'am.